യു പ്രതിഭയ്ക്കെതിരെ മോശം പരാമർശം, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ഇർഷാദ് പ്രതികരിക്കുന്നുണ്ട് തത്സമയം. നാളിതുവരെ അത്തരത്തിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ അതല്ലാതെ ആളുകൾക്ക് പോലും അങ്ങനൊരു പരാമർശം ഉള്ളതായി നാളിതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആരോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വളച്ചൊടിച്ച് അതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഏതായിരുന്നാലും ശരി തന്നെ, രണ്ടായിരുന്നാലും അങ്ങനെ ഒരു പരാമർശം എന്നിൽ നിന്നുണ്ടായതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും. താങ്കൾ ആ പ്രതികരണത്തിൽ പറഞ്ഞത്, താങ്കളുടെ പ്രസംഗത്തിൽ പറഞ്ഞത് ഈ വാക്ചാതുര്യവും കയ്യഴകും വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന സ്ഥാനാർത്ഥിയായാണ് യു പ്രതിയെക്കുറിച്ച് അതിൽ പറയുന്നത്. ഒരിക്കലും അങ്ങനൊരു മീനിങ്ങിൽ ഞാൻ പറയേണ്ടുന്ന കാര്യമില്ല അവരെ. കാരണം അങ്ങനെ പറയുന്ന ആളുമല്ല, അവർക്ക് എന്നെയും അറിയാവുന്ന ആളാണ്. ഒരിക്കലും ആ പ്രസംഗത്തിൽ, ഇലക്ഷൻ്റെ പ്രസംഗത്തിൽ അത്തരത്തിലൊരു പരാമർശത്തിൻ്റെ ആവശ്യം ഇവിടെ എന്താ? അത് പിന്നെ എങ്ങനെയാണ് ഇതുണ്ടാകും? നാട്യം കൊണ്ട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്കത് പൊളിറ്റിക്കലി ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതെല്ലാം താങ്കൾക്ക് അറിയില്ലേ? എം ലിജുവിന് പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാക്കുന്ന അത്തരത്തൊരു പരാമർശം എൻ്റെ അകത്ത് വന്നു. താങ്കൾ പറഞ്ഞ ആ പ്രസംഗത്തിലെ എക്സാക്റ്റ് ഉള്ള വാക്യം, അതായത് കൃത്യമായിട്ടുള്ള പദങ്ങൾ ഇതാണ്: വാക്ചാതുര്യവും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള അഴകും വിൽപ്പനയ്ക്ക് സെയിൽ വെച്ചു എന്നുള്ള അതൊക്കെ ആ പരാമർശങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നിന്ന് അടർത്തിയെടുത്ത ചില വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. ഇതല്ലാതെ അല്ല, മനസ്സിലായില്ലേ? അത് തന്നെ, അതെന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അഥവാ ഞാൻ പറയാൻ മനസ്സിലായില്ല, ഞാൻ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആ രീതിയിലൊരു അർത്ഥം അതിന് വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. പരാമർശം യു പ്രതിഭ MLA-ക്കെതിരെ, സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയത് അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് കൂടി ന്യായീകരണവും വരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നല്ല, ഒരു കാലത്തും പ്രയോഗിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. കരുതലോടെ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ സൂക്ഷിക്കേണ്ടതാണ് പദങ്ങൾ ഉപയോഗിക്കും.